നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഈ പറയുന്ന വാറണ്ടി ക്വാളിറ്റി ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് എങ്ങനെയാണ് മറുപടി പറയുന്നത്? കസ്റ്റമർക്ക് എപ്പോഴും നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് കുറേ സംശയങ്ങളുണ്ടാവും. നമ്മൾ പറയുന്ന സർവീസിനെ കുറിച്ചൊക്കെ കസ്റ്റമർ ചോദിക്കും നിങ്ങളോട്, ഈ പറഞ്ഞ 10 വർഷത്തെ വാറണ്ടിയൊക്കെ നിങ്ങൾ തരുമോ, ഈ പറഞ്ഞ ക്വാളിറ്റി ഒക്കെ ഉണ്ടോന്ന്. അപ്പം നമ്മൾ മറുപടി അതേപോലെ അല്ല വേണ്ടത്, ഞങ്ങൾക്ക് 10 വർഷം വാറണ്ടി ഉണ്ട്, ഗ്യാരണ്ടി ഉണ്ട് എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയല്ല വേണ്ടത്. മറിച്ച് നമ്മൾ ചോദിക്കുകയാണ് കസ്റ്റമറോട്, സാറിന് എന്താ വേണ്ടത്? ഈ പ്രോഡക്റ്റിന് 10 വർഷം ഗ്യാരണ്ടി വേണം അല്ലേ? അതല്ലേ സാറിന് വേണ്ടത്? ഈ പ്രോഡക്റ്റിന് സാർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഹെവി ക്വാളിറ്റി വേണം, സാർ ഉപയോഗിച്ചു കഴിഞ്ഞാലും ഈ പ്രോഡക്റ്റിന് ഒരു പ്രശ്നവും വരാൻ പാടില്ല എന്നുള്ള യെസ് ഓർ നോ ടൈപ്പുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? കസ്റ്റമർ യെസ് തന്നെ പറയിപ്പിക്കത്തക്ക രീതിയിൽ യെസ് ആയിരിക്കണം കസ്റ്റമറുടെ ഉത്തരം. ഇപ്പം നിങ്ങൾ ചോദിക്കുകയാണ്, സാറിന് എന്താ വേണ്ടത്? ഇത്രയും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് അല്ലേ വേണ്ടത്? 10 വർഷം വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് വേണം, അതല്ലേ സാറിന് വേണ്ടത്? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ സ്വാഭാവികമായിട്ട് യെസ് പറയും. അങ്ങനെ നമ്മൾ കസ്റ്റമറെ കൊണ്ട് ഒരു 4-5 യെസ് പറയിപ്പിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കസ്റ്റമറുടെ നെഗറ്റീവായിട്ടുള്ള സംശയമുള്ള മൈൻഡ് ഒന്ന് പോസിറ്റീവായിട്ട് മാറും. ആ സമയത്ത് നമ്മൾ എന്ത് പറയാം, ഇത് സർ, എന്നിട്ട് നിങ്ങൾ സോഷ്യൽ പ്രൂഫ് കാണിച്ചു കൊടുക്കണം. അതായത് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഇതാ, 10 വർഷമായിട്ട് ഞങ്ങൾ കൊടുത്ത ഗ്യാരണ്ടി, ഞങ്ങൾ എങ്ങനെയാണ് 10 വർഷം ഗ്യാരണ്ടി അഷ്യൂർ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് കസ്റ്റമർ ഞങ്ങളിതിൽ ഹാപ്പി ആകുന്നത്, കസ്റ്റമർ ഏത് രീതിയിലാണ് ഹാപ്പി ആയിട്ടുള്ളത്, അവരുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് നമ്മൾ അതിന് ശേഷമാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ കസ്റ്റമറെ മൈൻഡ് പോസിറ്റീവ് ആക്കുന്ന രീതിയിൽ പോസിറ്റീവായിട്ടുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിച്ച്, രണ്ടാമത് കസ്റ്റമർക്ക് നമ്മളുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച ആളുകളുടെ ഫീഡ്ബാക്കുകളും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സും ഗവൺമെൻറ്റിൻ്റെ അപ്രീസിയേഷൻ ലെറ്റേഴ്സോ അല്ലെങ്കിൽ അംഗീകാരങ്ങളോ ഇതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റമർ വളരെ പെട്ടെന്ന് പോസിറ്റീവായിട്ട് വരും. ഇങ്ങനെ നിങ്ങളുടെ കസ്റ്റമർ ചോദിക്കുന്ന ഓരോരോ ചോദ്യങ്ങൾ, ഓരോരോ സംശയങ്ങൾ, ഓരോരോ റിജക്ഷനുകൾ, ഒബ്ജക്ഷനുകൾ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ സെയിൽസ് ടീമിനെ ഒരു പൂർണ്ണമായിട്ടും സജ്ജമായ ഒരു ടീമാക്കി മാറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ സെയിൽസ് ടാർഗറ്റ് ഓരോ മാസവും ഡബിളാക്കി, ട്രിപ്പിളാക്കി, 10 ഇരട്ടി ഗ്രോ ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനമാണ് നിങ്ങളുടെ സെല്ലിംഗ് സിസ്റ്റം ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഒരു മികച്ച സെയിൽസ് സിസ്റ്റം ബിൽഡ് ചെയ്ത് നിങ്ങളുടെ സെയിൽസ് ടീമിനെ ഓരോ കസ്റ്റമറെയും വളരെ വൃത്തിക്ക് ഓരോ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിസ്റ്റം ബിൽഡ് ചെയ്ത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങളുടെ നിലവിലുള്ള ബിസിനസ് സിസ്റ്റത്തെ തന്നെ ഏറ്റവും മികച്ച രീതിയിലേക്ക് റീവർക്ക് ചെയ്ത് റീ എഞ്ചിനീയറിംഗ് ചെയ്യാൻ സഹായിക്കുന്ന പ്രോഗ്രാമാണ് സെയിൽസ് റീ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം. ഈ വരുന്ന ഡിസംബർ 10-11 തീയതികളിലായിട്ട് കോഴിക്കോട് അപ്പോളോ ഡിമോറയിൽ വെച്ച് നടക്കുന്ന സെയിൽസ് റീ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്റ്റാഫിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇത് ബിസിനസ്സുകാരനും സ്റ്റാഫും ഒരുമിച്ചിരുന്ന് പഠിച്ച് റീവർക്ക് ചെയ്ത് ബിൽഡ് ചെയ്യേണ്ട വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെയിൽസ് ട്രെയിനിങ് ആണ്. സ്വാഗതം. കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, വാട്സപ്പ് ചെയ്യുക. ഞങ്ങൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും തരുന്നതായിരിക്കും. ഒരിക്കൽ കൂടി സെയിൽസ് റീ എഞ്ചിനീയറിംഗിലേക്ക് സ്വാഗതം.